ടു ഹബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റ് ആണ്. അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ചാപ്റ്റർ 8 പാർട്ട് എയിൽ ഡിസ്കസ് ചെയ്യുന്ന ഓഡിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് എയും പാർട്ട് ബിയും ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്താണ് സെക്ഷൻ 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് DCA ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ DCA എന്നുള്ള പോസ്റ്റ് നിലവിൽ വരുന്നത് KCS അമെൻമെൻറ്റ് ആക്ട് 2000 ശേഷമാണ്. കാരണം 1/1/2000 KCS അമെൻമെൻറ്റ് നടക്കുകയും അപ്പോഴാണ് DCA എന്നുള്ള പോസ്റ്റ് നിലവിൽ വരുന്നത്. അതിന് മുൻപ് വരെ എന്താണ് ഓഡിറ്റിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഓഡിറ്റ് നടത്തിയിരുന്നത് ആര് തന്നെയാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ DCA എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരള സ്റ്റേറ്റിൽ തന്നെ അല്ലെങ്കിൽ ഹോൾ ഓഫ് ദി സ്റ്റേറ്റിൻ്റെ തന്നെ എപ്പെക്സ് അതോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഹെഡായിട്ട് വരുന്ന വ്യക്തിയാണ് ആര്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ ഹെഡാണ് ആര്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. രജിസ്ട്രേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൻ്റെ കേസിലൊക്കെ അതത് ഇൻഡസ്ട്രീസിൻ്റെ രജിസ്ട്രാർസ് ആണ് എന്ത് ചെയ്യുക, ആ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഓഡിറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എല്ലാ ഓഡിറ്റും ഏത് തരം സൊസൈറ്റി ആയിക്കോട്ടെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓഡിറ്റിൻ്റെ ഹെഡായിട്ട് ആര് തന്നെയാണ് വരുന്നത്? DCA തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ DCA ഓഡിറ്റിൻ്റെ ഹെഡാണെന്നുള്ളത് ആദ്യം ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ DCA എവിടെയാണ് ഡിഫൈൻ ചെയ്തേക്കണേ എന്നുള്ളത് ഓർമ്മയുണ്ടോ? നമ്മൾ സെക്ഷൻ 2 ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചതല്ലേ? അപ്പോൾ എവിടെയാണ് DCA ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? അതെ, എത്രയിലാണ്? സെക്ഷൻ 2HBയിലാണ് നമ്മൾ ആരെ DCA ഡിഫൈൻ ചെയ്യുന്നത്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് നമ്മൾ അതിൽ പറയുന്നത്? സെക്ഷൻ 63(1) പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ 63 സബ്സെക്ഷൻ 3 പ്രകാരം ഡെലിഗേറ്റ് ചെയ്ത് പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തിനെയോ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അദ്ദേഹത്തിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജുറിഡിക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആണ് ജുറിഡിക്ഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പറഞ്ഞു? സെക്ഷൻ 2HBയിൽ DCA ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? ഇനി നമുക്ക് സെക്ഷൻ 63ലേക്ക് പോവാം. സെക്ഷൻ 63 സബ്സെക്ഷൻ 1 പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് DCA ആണ്. DCA അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യമാണ് 63 സബ്സെക്ഷൻ 1 പറയുന്നത്. എന്താണ് പറയുന്നത്? ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ട് DCA അപ്പോയിൻറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ജുറിഡിക്ഷൻ എന്ന് പറയുന്നത് ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ജുറിഡിക്ഷൻ. അപ്പോൾ എന്താണ് ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഏരിയ ഓഫ് ഓപ്പറേഷനിൽ വരുന്ന വ്യക്തിനെയാണ് നമ്മൾ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പേരിട്ട് വിളിച്ചത്. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തേൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ടേംസിനെ കുറിച്ചാണ്. 63 സബ്സെക്ഷൻ 2 പറയുന്നത് qualifications and terms and conditions to be appointed as DCA shall be as may be prescribed. അതായത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ടേംസ് എന്ന് പറയുന്നത്. അതായത് ആരാണ് DCA ആവേണ്ടത്, അതായത് അദ്ദേഹത്തിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, എത്ര നാളത്തെ സർവീസുള്ള വ്യക്തികളെയാണ് DCA ആക്കുക, എത്രയായിരിക്കണം അദ്ദേഹത്തിൻ്റെ സാലറി, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മേൽനോട്ടം വഹിക്കേണ്ടത്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിലായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത് 63 സബ്സെക്ഷൻ 2 പറയുന്നത്. ഇനി 63 സബ്സെക്ഷൻ 3 പറയുന്നത് എന്താണ്? ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഓഫ് DCA ആണ്. DCAയുടെ പവേഴ്സ് ആർക്കൊക്കെയാണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത് സബ്സെക്ഷൻ 3 പറയുന്നത്. ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? DCAയുടെ ജനറൽ ഓർഡർ വഴിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ വഴിയോ DCAയുടെ പവേഴ്സ് ഒന്നോ അതിലധികമോ പവേഴ്സ് അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിനോ അല്ലെങ്കിൽ രജിസ്ട്രാറിൻ്റെ സബോർഡിനേറ്റ്സിനോ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് ഇതിൽ പറയുന്നത് 63 സബ്സെക്ഷൻ 3 പറയുന്നത്. ദ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഡെലിഗേറ്റ് ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ DCA to the act to his subordinate officers or to the subordinates of the registrar. അപ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നുണ്ടാവില്ലേ? രജിസ്ട്രാറിൻ്റെ കേസിൽ നമ്മൾ ആരെയാ പറഞ്ഞേ? രജിസ്ട്രാറിൻ്റെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ആർക്കായിരുന്നു? എനി പേഴ്സൺ ആയിരുന്നു അല്ലേ? ആർക്ക് വേണമെങ്കിലും എന്നാണ് നമ്മൾ ലോയിൽ പറയുന്നത്. പക്ഷെ DCAയുടെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ആർക്കാണ്? സബോർഡിനേറ്റ് ഓഫീസർക്കാണ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓഫ് ദ
രജിസ്ട്രാർ ആണ്. രജിസ്ട്രാറിന് തൊട്ട് താഴെയുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ DCAയുടെ തൊട്ട് താഴെയുള്ള വ്യക്തികൾക്കോ ആണ് ആ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ എനി പേഴ്സൺ അല്ല എന്നുള്ളത് ഇവിടെ ഉറപ്പിക്കുക. രജിസ്ട്രാറിന്റെ കേസിൽ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 കേസിൽ രജിസ്ട്രാറിന്റെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എനി പേഴ്സണും 63 സബ്സെക്ഷൻ 3 പ്രകാരം നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് സബോർഡിനേറ്റ് ഓഫീസേഴ്സിന് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓഫ് ദ രജിസ്ട്രാർക്കുമാണെന്നുള്ളത് ഉറപ്പിക്കുക. 63(1) അപ്പോയിൻമെന്റ് ആണെന്നും 2 ക്വാളിഫിക്കേഷൻസ് ആൻഡ് ടേംസ് ആണ് പറഞ്ഞത്, 3 ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഓഫ് DCA ആണ് പറഞ്ഞു വെച്ചത്. ഇത്രയും ഓക്കെയാണല്ലോ. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അടുത്തത് സബ്സെക്ഷൻ 4 ആണ്. നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓഡിറ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ടക്ട് ചെയ്യേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി ആണ് എന്നാണ് 4 പറയുന്നത്. എന്താണ്? ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് മാനേജിംഗ് കമ്മിറ്റി to cause audit the accounts of every society at least once in every year. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇത് സബ് ക്ലോസ് അടക്കം പഠിക്കണം. സബ് ക്ലോസ് 4 ഇത് പറയുന്നത് എന്നുള്ളത് ഉറപ്പിക്കുക. അതേപോലെ തന്നെ ഈ ലൈൻ അതേപോലെ ഉറപ്പിക്കുക. കാരണം ഈ ലൈൻ ഡിറ്റോ ആണ് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളത്. ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ഡാഷ് to cause the accounts of every society at least once in every year. അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക. ഓപ്ഷൻസ് ആയിട്ട് ജനറൽ ബോഡി, മാനേജിംഗ് കമ്മിറ്റി, DCA, രജിസ്ട്രാർ എന്നൊക്കെ ഓപ്ഷൻസിൽ ഉണ്ടാവും. അപ്പോൾ ഈ വരികൾ അത്രയും പരിചയമായി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആൻസർ വരും. എന്താണ്? മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി പ്രൊവൈഡഡ് ദാറ്റിൽ പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ എന്ത് കണ്ടക്ട് ചെയ്യണം? ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രൊവൈഡഡ് ദാറ്റിൽ പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഷാൽ ബി ഓഡിറ്റഡ് within 6 months of the close of the financial year. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ എന്ത് കണ്ടക്ട് ചെയ്യണം? ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി 5 പറയുന്നത് ഓഡിറ്റ് മാനുവലിനെ കുറിച്ചാണ്. ഓഡിറ്റ് മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് സൊസൈറ്റീസ്, അതായത് പലതരം സൊസൈറ്റീസ് ഉണ്ടാവുമല്ലോ, ആ സൊസൈറ്റീസ് ഏത് രീതിയിലാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഏതിലാണ്? ഓഡിറ്റ് മാനുവലിലാണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആ ഓഡിറ്റ് മാനുവൽ ആര് അപ്രൂവ് ചെയ്തതാണ്? DCA അപ്രൂവ് ചെയ്ത ഓഡിറ്റ് മാനുവലാണ്. അതിന്മേലേക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള ഗൈഡ് ലൈൻസും ഡിറക്ഷൻസും ഒക്കെ കൊടുക്കുന്നത് RBIയും നബാർഡും ഒക്കെ അതിനുള്ള ഡിറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 63 സബ്സെക്ഷൻ 5 പറയുന്നത് ഓഡിറ്റ് മാനുവലിനെ കുറിച്ചാണ്. എന്താണ്? ദ പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഇൻ ദ ഓഡിറ്റിംഗ് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രൊസീജിയർ ഏതിലാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? The manner specified in the audit manual. Specified in the audit manual approved by the DCA or guidelines direction as may be issued from time to time by the registrar, NABARD or Reserve Bank of India as the case may be. ഇവർ ഇഷ്യൂ ചെയ്യുന്ന ഡയറക്ഷൻസ് അനുസരിച്ച് ഓഡിറ്റ് മാനുവലിൽ DCA അപ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഓരോ ക്ലാസ് ഓഫ് സൊസൈറ്റീസിന് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് സൊസൈറ്റീസിന് എങ്ങനെയാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്ന്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി 5A പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഓഡിറ്റ് മാനുവൽ റിവൈസ് ചെയ്യുക, അമെൻഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് DCAയുടെ ഡ്യൂട്ടിയാണ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാർ. അതായത് ഓഡിറ്റ് മാനുവലിലെ പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യണം? എല്ലാ 5 വർഷം കൂടുമ്പോഴും റിവൈസ് ചെയ്യണം, അമെൻഡ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? DCAയുടെ ഡ്യൂട്ടിയാണ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാർ. രജിസ്ട്രാറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് ഇതിന്മേൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് DCAയുടെ ഡ്യൂട്ടിയാണ് എന്നാണ് 5A പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ DCA ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാർ ടു റിവൈസ്, amend or update audit manual in every 5 years. എത്ര നാൾ കൂടുമ്പോഴാണ്? എല്ലാ 5 വർഷം കൂടുമ്പോഴും റിവൈസ് ചെയ്യേണ്ടതും അപ്ഡേറ്റ് ചെയ്യേണ്ടതും അമെൻഡ് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? DCA ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാറിൻ്റെ ഡ്യൂട്ടിയാണ്. ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ 4 നമ്മൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഇയറിൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണം. 5 ഓഡിറ്റ് മാനുവൽ പറയുന്നു. 5A എന്ത് പറയുന്നു? എല്ലാ 5 വർഷം കൂടുമ്പോഴും റിവൈസും അമെൻഡും അപ്ഡേറ്റും ചെയ്യണം ഓഡിറ്റ് മാനുവൽ എന്ന് പറഞ്ഞു വയ്ക്കുന്നു.
ഓക്കെ ആണോ? ഓരോ പോയിന്റ്സും നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടണം. 63(1) അപ്പോയിൻമെന്റ് ഓഫ് DCA, 63(2) ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ടേംസ്, 63(3) ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഓഫ് DCA, 63(4) മാനേജിംഗ് കമ്മിറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഇയർ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണം. 5 ഓഡിറ്റ് മാനുവൽ, 5A ഓഡിറ്റ് മാനുവൽ അപ്ഡേറ്റ് ചെയ്യണം, റിവൈസ് ചെയ്യണം, അമെൻഡ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് ഓരോന്നും സബ്സെക്ഷൻ അടക്കമെടുത്ത് ഓഡിറ്റിൽ പറയാനായിട്ട് പറ്റണം. അടുത്തതിലേക്ക് പോവാം. നമുക്ക് മൊത്തം 13 സബ്സെക്ഷൻസ് ഇതിൽ പഠിക്കാനുണ്ട്. സെക്ഷൻ 63-ൽ നമ്മളിപ്പോൾ ഇവിടെ എത്തി. 5A വരെ നമ്മൾ തറവായിട്ടുണ്ട്. അടുത്ത നമുക്ക് 6ലേക്ക് പോവാം. 6ൽ പറയുന്നത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് DCA ഇഷ്യൂ ചെയ്ത ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിലും അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ അതോറിറ്റീസിന്റെ മുൻപിലും വാലിഡ് ആയിട്ടുള്ളത്. അതായത് ഏതൊരു സൊസൈറ്റിയുടെയും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ട് കണക്കാക്കുക ഏതാണ്? DCA ഇഷ്യൂ ചെയ്ത ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് മാത്രമേ വാലിഡ് ആയിട്ട് കണക്കാക്കുള്ളൂ എന്നാണ് 6ൽ പറയുന്നത്. നോക്കാം. Notwithstanding anything contained in any of the other law for the time being the force, the audit certificate issued by the DCA or by any officer authorized by him shall be valid for all the purpose required to be filed before the state government and non-governmental authorities. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ അതോറിറ്റീസിന്റെ മുൻപിലോ വാലിഡ് ആയിട്ടുള്ളത് ഏത് സർട്ടിഫിക്കറ്റ് മാത്രമാണ്? DCA ഇഷ്യൂ ചെയ്ത ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് മാത്രമേ വാലിഡ് ആയിട്ട് കണക്കാക്കുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്, 6ൽ പറയുന്നത്. ഇനി 7ൽ പറയുന്നത് എന്താണ്? DCA രജിസ്ട്രാർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ് വർക്ക് ചെയ്യുന്നത്. DCA അണ്ടർ ദ കൺട്രോൾ ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് സെക്ഷൻ 63 സബ്സെക്ഷൻ 7ലാണ് പറയുന്നത്. നോക്കാം. ദ DCA ഷാൽ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇമ്പോർട്ടൻ്റ് ആണ്. DCAയും രജിസ്ട്രാറും IAS റാങ്കിലുള്ള ഓഫീസേഴ്സ് ആണെങ്കിൽ പോലും എന്താണ് നമ്മൾ പറയുന്നത്? DCA ആരുടെ കൺട്രോളിലായിരിക്കും? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കൺട്രോളിലായിരിക്കും DCA വർക്ക് ചെയ്യുന്നത് എന്നാണ് 7ൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇനി 8ൽ പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ആണ്. അതായത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാണ്. ഓഡിറ്ററിന്റെ മിനിമം ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസിന്റെ കാര്യമാണ് പറയുന്നത്. അത് ഏത് രീതിയിലാണ്? പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി 9ൽ പറയുന്നത് എന്താണ്? എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും എന്ത് ചെയ്യണം? ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം. ഓഡിറ്ററെയോ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം. എങ്ങനെയായിരിക്കണം അപ്പോയിന്റ് ചെയ്യേണ്ടത്? സ്പെഷ്യൽ ജനറൽ ബോഡിയോ അല്ലെങ്കിൽ ജനറൽ ബോഡിയോ കൂടിയിട്ട് വേണം ഓഡിറ്ററെയോ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിന്റെ ടീമിനെയോ അപ്പോയിന്റ് ചെയ്യാനായിട്ട്. അതാണ് 9ൽ പറയുന്നത്. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷെൽ കോസ് ടു ബി ഓഡിറ്റഡ് ബൈ ആൻ ഓഡിറ്റർ or auditors or team of auditors referred in subsection 8 appointed by the general body or special general body from among the panel approved by the DCA. DCA approve ചെയ്ത പാനലിൽ നിന്നും ഓഡിറ്ററെയോ ഓഡിറ്റേഴ്സിനെയോ ടീം ഓഫ് ഓഡിറ്റേഴ്സിനെയോ അതത് സൊസൈറ്റിയുടെ ആവശ്യം പോലെ ജനറൽ ബോഡി അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി കൂടിയിട്ട് അവർ വേണം അപ്പോയിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ ഡ്യൂട്ടിയാണ്? ജനറൽ ബോഡിയുടെ ഡ്യൂട്ടിയാണ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ 9ാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? അടുത്തതാണ് ഇതില് പ്രൊവൈഡഡ് ദാറ്റിൽ പറയുന്നത് ഇതാണ്. ആ DCA അപ്രൂവ് ചെയ്ത പാനലിൽ നിന്നും ഒരു ഓഡിറ്ററെയും കിട്ടാനില്ലാത്ത പക്ഷം, അതാണ് പറയുന്നത് if there are no auditors available from the above panel, എന്താണ് ആ ഒരു പാനലിൽ നിന്നും ആരെയും കിട്ടാനില്ലാത്ത പക്ഷം അവർക്ക് എന്തിനെ അപ്പോയിന്റ് ചെയ്യാം? ഓഡിറ്റിംഗ് ഫേംസിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. DCA അപ്രൂവ് ചെയ്ത പാനലിൽ നിന്നുള്ള ഓഡിറ്റിംഗ് ഫേംസിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും എന്ന് 63 സബ്സെക്ഷൻ 9 പ്രൊവൈഡഡ് ദാറ്റിൽ പറയുന്നുണ്ട്. 63 സബ്സെക്ഷൻ 9 പറഞ്ഞു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ജനറൽ ബോഡി അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി തൊട്ട് താഴെ പറയാണ്, പ്രൊവൈഡഡ് ദാറ്റിൽ പറയാണ്, അങ്ങനെ DCA അപ്രൂവ് ചെയ്ത പാനലിൽ നിന്നും ഓഡിറ്ററെ കിട്ടാനില്ലാത്ത പക്ഷം അവർക്ക് എന്ത് ചെയ്യാം? DCA അപ്രൂവ് ചെയ്ത പാനലിലെ ഓഡിറ്റിംഗ് ഫേംസിനെ ഓഡിറ്റിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇനി 10ൽ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പെക്സ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യേണ്ടത് ഓഡിറ്റിംഗ് ഫേംസ് ആണ്. അതായത് DCA അപ്രൂവ് ചെയ്ത പാനലിൽ നിന്നുള്ള ഓഡിറ്റിംഗ് ഫേംസ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യേണ്ടത്
എന്താണ്, ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ആണ് ചെയ്യേണ്ടത്. ആരാണ് ചെയ്യേണ്ടത്? DCA അപ്രൂവ് ചെയ്ത പാനലിൽ നിന്ന് ഉള്ള ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ആണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണെങ്കിൽ അത് ഓഡിറ്റിംഗ് ഫേംസും, അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സും ആണ് ചെയ്യേണ്ടത്. ഇത് രണ്ടും DCA അപ്രൂവ് ചെയ്ത പാനലിൽ നിന്ന് വേണം. എന്നിട്ട് ഈ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? DCAക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് 10ൽ പറയുന്നത്. നോക്കിയേ, audit as may be prescribed and submit the audit reports to the DCA. ഓഡിറ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആയിട്ടുള്ള ഓഡിറ്റ് ആയിക്കോട്ടെ, ഇത് രണ്ടും തമ്മിൽ എന്തോ ആയിക്കോട്ടെ, ഈ രണ്ടിൻ്റെയും റിപ്പോർട്ട് എവിടെ സബ്മിറ്റ് ചെയ്യണം? DCAക്ക് സബ്മിറ്റ് ചെയ്യണം. ഇനി 11ൽ പറയുന്നത് അപ്പെക്സ് സൊസൈറ്റികളുടെ ഓഡിറ്റ്. അപ്പെക്സ് സൊസൈറ്റികളുടെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അത് എവിടെ വെക്കണം? ഗവൺമെന്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുൻപാകെ വെക്കണം എന്നാണ് 11ൽ പറയുന്നത്. നോക്കിയേ, ദ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് എൻ Apex Cooperative Society, which includes the report of the administrative matters, shall be laid by government before the legislative assembly. Government അത് എവിടെ വെക്കണം? ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുൻപാകെ വെക്കണം എന്നാണ് പറയുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തും കൂടി ഇൻക്ലൂഡഡ് ആണ്? ആ ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് അടക്കം ഇൻക്ലൂഡഡ് ആണ്. കിട്ടിയോ? അപ്പോൾ 63 സബ്സെക്ഷൻ 11 നമ്മൾ പറഞ്ഞത്. എല്ലാ അപ്പെക്സ് സൊസൈറ്റിയുടെയും അല്ലെങ്കിൽ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെതായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെന്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുൻപാകെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി അടുത്തത് സബ്സെക്ഷൻ 12ൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ജനറൽ ബോഡി അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ടാണ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറൽ ബോഡി അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? മാനേജിംഗ് കമ്മിറ്റിയുടെയാണ്. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ടു കൺവീൻ ജനറൽ ബോഡി മീറ്റിംഗ് ഓർ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇൻ ഓർഡർ ടു അപ്പോയിന്റ് ഓഡിറ്റേഴ്സ് ഓർ ഓഡിറ്റിംഗ് ഫേംസ്. ഓഡിറ്ററെയോ ഓഡിറ്റിംഗ് ഫേംസിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുക എന്നുള്ളത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഫ്രം ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ DCA. ഫെയിലിംഗ് വിച്ച്, ഇങ്ങനെ നടത്തിയിട്ടില്ല, ഇങ്ങനെ മാനേജിംഗ് കമ്മിറ്റി ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടില്ല എങ്കിൽ ദ മെമ്പേഴ്സ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഷാൽ സീസ് ടു ഹോൾഡ് ദെയർ ഓഫീസ്. അപ്പോൾ എന്താണ്, അവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിന് എന്തായിട്ട് അവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി ആയിട്ട് തുടരാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള അവകാശം അവിടെ വെച്ച് സീസ് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഭരണസ്തംഭനം ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേൽമേറ്റ് സംഭവിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇൻ സച്ച് കേസസ് ടു അവോയ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേൽമേറ്റ്, ഈ ഭരണസ്തംഭനം ഒഴിവാക്കാനായിട്ട് രജിസ്ട്രാർ മേ സ്വോ മോട്ടോ, രജിസ്ട്രാർക്ക് സ്വമേധയായോ അല്ലെങ്കിൽ ഓർ ആൻ അപ്ലിക്കേഷൻ ഫ്രം ദ DCAയുടെ അപ്ലിക്കേഷൻ പ്രകാരമോ അല്ലെങ്കിൽ ഓതറൈസ് ചെയ്ത പേഴ്സന്റെ അപ്ലിക്കേഷൻ പ്രകാരമോ എന്ത് ചെയ്യാം? അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ജനറൽ ബോഡിയുടെ ഡ്യൂട്ടിയാണ് ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേംസിനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ആ ഒരു ജനറൽ ബോഡി വിളിച്ചു കൂട്ടുക എന്നുള്ള ഡ്യൂട്ടി മാനേജിംഗ് കമ്മിറ്റിയുടെയാണ്. മാനേജിംഗ് കമ്മിറ്റി ഇത് ചെയ്യാത്ത പക്ഷം അവരെന്ത് ചെയ്യും? അവിടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ആ ഒരു അവകാശം അവരുടെ സീസ് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന പക്ഷം അവിടെ എന്ത് സംഭവിക്കും? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേൽമേറ്റ് അഥവാ ഭരണസ്തംഭനം സംഭവിക്കും. അതായത് അവിടുത്തെ മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ ആരുമില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ എന്ത് ചെയ്യാം? രജിസ്ട്രാർക്ക് സ്വമേധയായോ അല്ലെങ്കിൽ DCAയുടെ അപ്ലിക്കേഷൻ പ്രകാരമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയുടെ അപ്ലിക്കേഷൻ പ്രകാരമോ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ നിയോഗിക്കാനായിട്ട് പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സൊസൈറ്റിയുടേതായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതിൽ ഒരാളെ നമ്മൾ എന്താക്കി എടുക്കും? കൺവീനർ ആയിട്ട് എടുക്കും. എത്ര നാളിലേക്കാണ്? ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 6 months, 6 മാസത്തിൽ കൂടാത്ത കാലയളവിലേക്കാണ് നമ്മൾ ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി എന്ത് പറയുന്നുണ്ട് അതിൽ? ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി 6 മാസ കാലയളവിലേക്ക് കൂടാത്ത കാലയളവിലേക്കാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. അവരവരുടെ കാലം കഴിയുന്നതിന് മുൻപേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവണം? പുതിയൊരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് പ്രൊവൈഡഡ് ദാറ്റിൽ പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഷെൽ അറേഞ്ച് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂ കമ്മിറ്റി ഓർ ഫോർ ദ എൻട്രിങ് അപ്പോൺ ദ ഓഫീസ് ഓഫ് ദ ന്യൂ കമ്മിറ്റി ആസ് ദ കേസ് മേ ബി എന്ന്. ഓക്കെ, പുതിയൊരു കമ്മിറ്റിക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടാവണം. അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ടാവണം. ഇനി 13 പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ രൂപീകരിക്കാനായിട്ട് ആർക്ക് അവകാശമുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻസ് അത് മുൻകാല പ്രാബല്യത്തോടു കൂടിയോ അല്ലെങ്കിൽ പിൻകാല പ്രാബല്യത്തോടു കൂടിയോ റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട് എന്നാണ് പറയുന്നത്? ഗവൺമെന്റിന് അതിനുള്ള പവർ ഉണ്ട് എന്നാണ് 63 സബ്സെക്ഷൻ 13 പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.